വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് തന്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് നിത്യതയിലേക്ക് പോകാൻ സാധിക്കുക എന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് വിഖ്യാത റോക്ക് ബാൻഡ് ബ്ലാക്ക് സാബത്തിന്റെ അമരനായിരുന്ന ഓസി ഓസ്ബോൺ. ജൂലൈ 5 വിരമിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസാന പെർഫോമൻസിന് ശേഷം ഓസി ഓസ്ബോൺ തന്റെ ആരാധകരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിച്ചു. 3-ാമത്തെ ആഴ്ച അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 22 ജൂലൈ 2025. ആരായിരുന്നു ഓസി ഓസ്ബോൺ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം? 1948 ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ ജനിച്ച ഒരു സാധാരണ തൊഴിലാളി. 70കളിൽ ടോണി ഇയോമി, ബിൽ വാട്ട്, ഗീസർ ബട്ട്ലർ, ഓസി ഓസ്ബോൺ ഇവർ 4 പേരും ചേർന്ന് ബ്ലാക്ക് സാബത്ത് എന്ന പേരിൽ ബാൻഡ് തുടങ്ങുന്നു. റോക്ക് ബാൻഡായി തുടങ്ങിയത് പിൽക്കാലത്ത് ഹെവി മെറ്റൽ, ഡൂം മെറ്റൽ എന്നീ മ്യൂസിക്കൽ ജോണറിന്റെ സൃഷ്ടിയിൽ കലാശിച്ചു. ബ്ലാക്ക് സാബത്ത് എന്ന ബാൻഡ് പാട്ടിനൊപ്പം ചരിത്രം സൃഷ്ടിച്ചു. ഹെവി മെറ്റൽ, ഡൂം മെറ്റൽ എന്നീ ജോണറുകളുടെ പയനീറായി അവർ എഴുതിയ ഓരോ ഗാനങ്ങളും പിന്നീട് ഭാവിയിലെ റോക്ക് സംഗീതത്തിന്റെ റെഫറൻസുകളായി മാറി. ഇയോമിയുടെ ഗിറ്റാറും ബില്ലിന്റെ ഡ്രംസും ഗീസറിന്റെ ബേസും ഓസിയുടെ വോക്കൽസും കൂടി ബ്ലാക്ക് സാബത്ത് റോക്ക് സംഗീതത്തിന്റെ ഐക്കൺസായി മാറുകയായിരുന്നു. പ്രശസ്തിയോടൊപ്പം ഓസിയുടെ കുപ്രസിദ്ധ പെർഫോമൻസുകളും കൂടിയായപ്പോൾ 70കൾ അവരുടെ കാലഘട്ടമായിരുന്നു. പാരനോയിഡ്, ബ്ലാക്ക് സാബത്ത്, മാസ്റ്റർ ഓഫ് റിയാലിറ്റി, സാബത്ത് ബ്ലഡി സാബത്ത് തുടങ്ങി ഇന്നും റോക്കിന്റെ റെഫറൻസുകളാണ് ഈ ആൽബങ്ങൾ. എന്നാൽ ഇക്കാലത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെയായി ഓസി ഓസ്ബോൺ കൈവിട്ട അവസ്ഥയിലായിരുന്നു. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് അഥവാ ഇരുട്ടിന്റെ രാജകുമാരൻ എന്ന് ഓസി സ്വയം വിശേഷിപ്പിച്ചു. സാത്താൻ വർഷിപ്പിന് ഉപയോഗിക്കുന്ന പല രൂപങ്ങളും ആംഗ്യങ്ങളും സ്റ്റേജ് ഷോയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഓസിയെ പലരും ഭയന്നു. എന്നാൽ മയക്കുമരുന്നിന് അടിമയായ ഓസിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായതോടെ 1979 അദ്ദേഹത്തെ ബാൻഡിൽ നിന്ന് പുറത്താക്കി. എന്നാൽ റോക്ക് സ്റ്റാർ ഓസി ഓസ്ബോൺ എന്നും റോക്ക് സ്റ്റാർ തന്നെ. ബ്ലിസാർഡ് ഓഫ് ദി ഓസ് എന്ന ആൽബം ഇറക്കി 80കളിൽ മൾട്ടി പ്ലാറ്റിനം സ്റ്റാറ്റസ് ലഭിച്ച ആൽബം വമ്പൻ ഹിറ്റായി. പിന്നീട് ഡയറി ഓഫ് എ മാഡ്മാൻ, നോ മോർ ടിയേഴ്സ് തുടങ്ങി പിന്നാലെ ഇറങ്ങിയ ആൽബങ്ങളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ബ്ലാക്ക് സാബത്ത് എന്ന ലേബൽ ഇല്ലാതിരുന്നിട്ടും ഓസി സംഗീത ലോകം ഭരിച്ചു ഒറ്റയ്ക്ക്. ഇതിലെ മാമ ഐ ആം കമ്മിങ് ഹോം ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇതിനിടയിൽ 2 പ്രാവശ്യം ബ്ലാക്ക് സാബത്ത് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരുന്നു. ബാൻഡിന്റെ അവസാന പെർഫോമൻസ് ജൂലൈ 5 ബിർമിംഗ്ഹാമിലായിരുന്നു. പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടെ പല രോഗങ്ങളും അലട്ടിയിട്ടും 76-ാം വയസ്സിൽ തന്റെ അവസാന ഷോയ്ക്ക് ശേഷം ആരാധകരെ അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം യാത്രയായത്. ഒരു കാലത്ത് മയക്കുമരുന്നിന് അടിമയായി സ്വന്തം ഭാര്യയെ വരെ കൊല്ലാൻ ശ്രമിച്ച, സ്റ്റേജ് ഷോയ്ക്കിടെ വവ്വാലിന്റെ തല കടിച്ചു കുടഞ്ഞ സാത്താന്റെ ആരാധകനായി നിറഞ്ഞൊരു ഓസിയുണ്ട്. സ്വകാര്യ ജീവിതത്തിൽ അയാൾ ഒരു ആരാധനാപാത്രമാണോ എന്നത് ചോദ്യചിഹ്നമാണെങ്കിലും റോക്ക് സംഗീതം നിലനിൽക്കുന്നിടത്തോളം ഓസി ഓസ്ബോണും നിലനിൽക്കും.